ഏറ്റവും ആദ്യം തന്നെ വി ഹാവ് വെരി വെരി സ്പെഷ്യൽ സ്പീക്കർ. ഈ ഒരു കോൺക്ലേവ് സ്കെയിലപ്പിൻ്റെ ആദ്യത്തെ ദിവസം ഏറ്റവും ആദ്യത്തെ സെഷൻ നമ്മൾ ആരംഭിക്കുമ്പം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ആൻഡ് ഐ വുഡ് ലവ് ടു ടെൽ ദിസ്: യുവർ സ്ട്രാറ്റജി ഷേപ്സ് യുവർ പാത്ത്, ബട്ട് യുവർ ബ്രാൻഡ് ഡിഫൈൻസ് യുവർ ഇമ്പാക്റ്റ്. സോ അദ്ദേഹം ഒരു ഗ്ലോബൽ ഓൺട്രപ്രണർ ആണ്, ഒരു ലൈഫ് കോച്ചാണ് ആൻഡ് ഒരു ഇന്റർനാഷണൽ ട്രെയിനറാണ്. So ladies and gentlemen, put our hands together as we welcome Dr. Sulaiman Melpatur, and he will be speaking on the topic evolution of AI. Can we have a very big round of applause, everybody? Hearty welcome, sir. The stage is all yours. We are so humbled with your presence. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇന്നത്തെ ഈ സംഗമത്തിൻ്റെ ഔപചാരികതയിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് വളരെ ഇൻട്രഡക്ടറിയായി ഇവിടെ നടക്കുന്ന ഈ സെഷനിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നജീബ് കാന്തപുരം അടക്കമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അദ്ദേഹം എന്തായാലും ഈ കോൺക്ലേവിന് എത്തുമെന്നാണ് അറിയാൻ സാധിച്ചത്. അതോടൊപ്പം ഇവിടെ മോസ്റ്റ് ഓഫ് ദം സ്റ്റുഡൻസ് ആണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി കൂട്ടങ്ങളോട്, അതോടൊപ്പം ഇവിടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ സ്റ്റാർട്ടപ്സും സ്കെയിലപ്പുമൊക്കെ നടത്തുന്ന ആളുകളോട് ഏതാനും ചില മിനിറ്റുകളാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ഇതേപോലെ തന്നെ ഈ സ്കെയിലപ്പിൽ പങ്കെടുത്തിരുന്നു. അന്ന് വ്യത്യസ്ത ഇനം സ്ട്രാറ്റജിയെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. ആ സ്ട്രാറ്റജി എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് എന്നതും, എന്താണ് ഡിഫറൻഷിയേഷൻ സ്ട്രാറ്റജി, എന്താണ് കൊളാബറേഷൻ സ്ട്രാറ്റജി, ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്ട്രാറ്റജി ഏതാണ്, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ChatGPT ചോദിക്കാം. പക്ഷേ ഒരു എക്സ്പീരിയൻസിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് അതിനെ ചെയ്യേണ്ടത് എന്നതാണ്. അനലൈസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതും അനലൈസ് ചെയ്യാതെ ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റുഡൻസാണ് കൂടുതലും എന്നറിയാൻ സാധിച്ചത് വലിയ സന്തോഷം. അതോടൊപ്പം ഇപ്പോൾ സ്റ്റുഡൻസൊക്കെ അവർ പഠിക്കുന്ന സമയത്ത് തന്നെ സ്റ്റാർട്ടപ്സിൻ്റെ ഒരു ലോകത്തിലാണുള്ളത്. നമ്മൾ ഒരു രാജ്യത്ത് പോയപ്പോൾ ആ രാജ്യത്ത് കുട്ടികൾക്കെല്ലാവർക്കും ലാപ്ടോപ്പ് കൊടുത്തിട്ട് അവരെ കൊണ്ട് ചങ്ക് പ്രോജക്ട്സ് നടത്തുന്നത് കണ്ടു. എന്ന് വെച്ചാൽ ഒരു 5 സ്റ്റുഡൻസ് അല്ലെങ്കിൽ 6 സ്റ്റുഡൻസ് കൂടിയിട്ട് SHG ഫോം ചെയ്യുന്നു. SHG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ പല ടൈപ്പിലുള്ള കുട്ടികൾ ഒന്നിച്ചുകൊണ്ട് ഒരു പ്രോജക്റ്റിന് നേതൃത്വം കൊടുത്തു. ആ പ്രോജക്റ്റ് എന്തായാലും വളരെ വ്യത്യസ്തമായൊരു പ്രൊജക്റ്റ് ആയിരിക്കും. കാരണം ഇതുവരെ ഇല്ലാത്തൊരു സ്റ്റാർട്ടപ്സാണ് അവർ തുടങ്ങേണ്ടത്. അങ്ങനെ ഒരു ക്ലാസ്സിൽ തന്നെ ഏകദേശം ഒരു 6-7 ടീംസ് ഉണ്ടാവും. അവരതിനെ നല്ല രസകരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് അത് വലിയ വലിയ കമ്പനികൾ ഏറ്റെടുത്ത് ഡെവലപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ചില ഫണ്ടുകൾ കിട്ടും. അതിനെയാണ് ഏഞ്ചൽ ഫണ്ട് എന്നൊക്കെ പറയുന്നത്. കുട്ടികൾക്ക് കുട്ടികളുടേതായ രീതിയിൽ കൊടുത്താൽ മതി. പക്ഷെ പിന്നീട് അതായിരിക്കും വലിയ പ്രോജക്റ്റായിട്ട് വരുന്നത്. കുട്ടികളുടെ ആശയത്തിന് സത്യത്തിൽ ഇവർ ടൂൾ കൊടുത്തിട്ട് വലുതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ സ്റ്റുഡൻസാണ് എന്നതുകൊണ്ട് ബിസിനസ്സുകാർ എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നത് മേ ബി സ്റ്റുഡൻസിനായിരിക്കും ഒന്നുകിൽ. അതുകൊണ്ട് തന്നെ വളരെ സമയത്തിൻ്റെ പരിമിതി മൂലം നേരെ വിഷയത്തിലേക്ക് കടക്കാം. സ്റ്റാർട്ടപ്സ് എന്നും വളരെ ഹൃദ്യമായി തോന്നിയ ഒരു പരിപാടിയാണ്. അതോടൊപ്പം വളരെ ഈ മലപ്പുറം ജില്ലയിലാണെങ്കിൽ പോലും വളരെ രസകരമായി ഇൻ്റലക്ച്വലി അങ്ങേയറ്റം കയറിക്കൊണ്ടാണ് പ്രിയപ്പെട്ട MLA ഒക്കെ ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നദീമിനെ പോലെയുള്ള ആളുകൾ, ഒരു വലിയ ടീം തന്നെ ഇതിൻ്റെ പിന്നിലുണ്ട്. ആ ടീമിലും യങ്സ്റ്റേഴ്സ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്. അതാണ് രസം. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു വലിയ കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമായി ഈ മണ്ഡലം മാറാനുള്ള കാരണവും മേ ബി ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകളാണ്. സ്കെയിലപ്പും ഈ സ്കെയിലപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ സ്റ്റാർട്ടപ്പിൻ്റെ രണ്ടാമത്തെ തലമാണല്ലോ. സ്റ്റാർട്ടപ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും പുതിയത് തുടങ്ങുക എന്നതല്ല. പുതിയത് തുടങ്ങുക എന്നതിനേക്കാൾ ഈ ലോകത്തിൽ ഒരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതിൻ്റെ പേരാണ് ശരിക്കും സ്റ്റാർട്ടപ്പ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു കോഫി ഷോപ്പുണ്ട്, അപ്പോൾ അപ്പുറത്ത് പോയിട്ട് വേറൊരു കോഫി ഷോപ്പ് തുടങ്ങാനല്ല സ്റ്റാർട്ടപ്പ്. ഈ ലോകത്തിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം ആദ്യം. ആ ഐഡൻറ്റിഫിക്കേഷൻ ഒരു സൊല്യൂഷൻ കിട്ടും നമുക്ക്. ആ സൊല്യൂഷൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് ശരിക്കും സ്റ്റാർട്ടപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടപ്പ് എന്നത് പുതിയൊരു സാധനം തുടങ്ങലല്ല, ഇല്ലാത്ത ഒരു സാധനം തുടങ്ങി വെക്കലാണ് റിയൽ സ്റ്റാർട്ടപ്പ്. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന എല്ലാ സ്റ്റാർട്ടപ്സും ഒക്കെ നമുക്കറിയാത്ത തലത്തിലേക്ക് ഉയർന്നത്. ഫ്ലിപ്കാർട്ട് മുതലെല്ലാം സ്റ്റാർട്ടപ്പ് ആയിരുന്നെങ്കിൽ പോലും അതിനെ വേറൊരു സ്കെയിലപ്പിലേക്ക് എത്തിച്ചത് അതുകൊണ്ടാണ്.
സ്കെയിലപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, ഉള്ള സ്റ്റാർട്ടപ്പിനെ ഏകദേശം ഒരു 80% സ്റ്റാർട്ടപ്സും ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ആ 20% മാത്രമല്ലാതെ എല്ലാവർക്കും സ്കെയിലപ്പിലേക്ക് കയറാനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നതാണ് സ്കെയിലപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സ്കെയിലപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ സെഷനിൽ പ്രത്യേകിച്ചൊരു ടോപ്പിക്ക് തന്നിട്ടില്ലെങ്കിൽ പോലും ഞാനൊരു ഇൻട്രോ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. വ്യത്യസ്തമായ രീതിയിൽ ലോകത്തിൻ്റെ അനാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, പ്രത്യേകിച്ചും ഇന്ന് യുദ്ധം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും വാർ സിറ്റുവേഷനുണ്ട്, വാറും നടക്കുന്നുണ്ട്. വാർ സിറ്റുവേഷൻ ഇനി വരാൻ പോവുകയാണ്. അപ്പോൾ ചില ആളുകൾ അതിനെ സിറ്റുവേഷനായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വേറെ രീതിയിലേക്ക് പോകും. ഞാനൊരു ഏകദേശം ഒരു 9 വർഷം മുമ്പ് ഒരു സ്പീച്ചിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എന്ന് വെച്ചാൽ കുറേ കഴിഞ്ഞാൽ ഗൾഫ് മേഖലയിൽ ഒരു യുദ്ധം വരുമെന്ന്. അതൊന്നും നമ്മൾ പുറത്തേക്ക് വിട്ടിട്ടില്ല. അത് ചില കോർപ്പറേറ്റിൻ്റെ കാര്യങ്ങൾ പോലും അതിലുണ്ടാകുമെന്ന്, അങ്ങനെ റിയൽ എസ്റ്റേറ്റ് പാതിയിലേക്ക് താഴുമെന്ന്, പിന്നെ അവർ തന്നെ അതിനെ പർച്ചേസ് ചെയ്യുമെന്ന്, വീണ്ടും അവർ റിക്രിയേറ്റ് ചെയ്യുമെന്ന്, വീണ്ടും അതിനെ സെല് ചെയ്യുമെന്ന്, ഇങ്ങനെ വ്യത്യസ്ത ആംഗിളിലൂടെയാണ് ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ വെറും 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളല്ല, വേറുള്ളതൊന്നുമല്ല. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ ലോകത്തിലുള്ള എല്ലാ ആംഗിൾസും അനലൈസ് ചെയ്തുകൊണ്ടുള്ളൊരു ബിസിനസ്, അതൊരു വാസ്റ്റ് കണ്ടീഷനിൽ നമ്മൾ ചെയ്യുക എന്നതാണ്, ചെറിയവരാണെങ്കിലും വലിയവരായാലും. കാരണം ഇപ്പോൾ നിങ്ങളെപ്പോലെയുള്ളവർക്ക് എന്നേക്കാൾ കൂടുതൽ AI കുറിച്ച് അറിയാം. ഞാൻ AIയിൽ ഇപ്പോൾ US എന്നൊരു PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ്, ഏകദേശം കഴിഞ്ഞു. അതിൻ്റെ വൈവയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതെങ്ങനെയാണ് എഡ്യൂക്കേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നത് മാത്രമാണ് എൻ്റെ ടോപ്പിക്. അല്ലാതെ AI എന്ന ടൂളിനെയല്ല ഞാൻ പഠിക്കുന്നത്, എങ്ങനെയാണ് ഹൗ ടു ഇംപ്ലിമെൻറ്റ് ഇറ്റ്, അതാണ് നമ്മുടെ ടോപ്പിക്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്നേക്കാൾ കൂടുതലായിട്ട് ന്യൂ ജെന്ന് ഈ കാര്യങ്ങൾ അറിയാം. കാരണം അവർ അതിൽ ജനിച്ചവരാണ്, അതിൽ വളർന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റീലേൺ നടത്തിയിട്ട് അൺലേൺ നടത്തിയിട്ട് വേണം റീലേൺ ചെയ്യാൻ. ഞങ്ങളുടെ കാലത്ത് AI ഇല്ല. അപ്പോൾ ഇപ്പോൾ പുതിയ ജനറേഷന് പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഞങ്ങളെക്കാൾ കൂടുതലായിട്ട് അതിലെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിങ്ങൾക്കാണ് സാധിക്കുന്നത്. കാരണം ഞങ്ങൾ അൺലേൺ ചെയ്തിട്ട് റീലേൺ ചെയ്യണം, നിങ്ങൾ നേരിട്ട് ലേൺ ചെയ്യുകയാണ്. നേരിട്ട് നിങ്ങൾക്ക് അൺലേൺ ചെയ്യേണ്ട കാര്യമില്ല. ഈ അൺലേൺ ചെയ്തിട്ട് റീലേൺ ചെയ്യുക എന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ AI ആണ് ഇവിടുത്തെ മെയിൻ ടോപ്പിക്. അതോടൊപ്പം സ്കെയിലപ്പുമാണ് ടോപ്പിക്. നമ്മുടെ റൈറ്റ് സൈഡിൽ നമ്മൾ സ്കെയിലപ്പ് കാണുന്നു, ഇപ്പുറത്താകട്ടെ AI എന്ന് പറയുന്നത് നമ്മൾ കാണുന്നു. ഇതിനെങ്ങനെയാണ് നമുക്ക് കൂട്ടിയോജിപ്പിക്കാൻ പറ്റുക എന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ ഒരു സെഷനിൽ ആദ്യമായിട്ട് ബിസിനസ്സിനെ ഒരിടത്ത് മാത്രം ഒതുക്കാതിരിക്കുക എന്നതാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. ഇപ്പോൾ നമ്മൾ ഗൾഫ് കൺട്രീസിനെ എടുത്തു കഴിഞ്ഞാൽ എത്രയോ ആളുകൾ അവിടെ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് പോവുമായിരുന്നു. ഗൾഫ് എന്നും സ്റ്റേബിളാണ്, അങ്ങനെ തന്നെ ആകട്ടെ, ആ ഒരു രീതിയിൽ തന്നെ പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ആശ്വസിക്കാം. പക്ഷേ ഓരോ രാജ്യങ്ങൾ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മറ്റ് രാജ്യത്തിൽ നമുക്ക് ബാക്കപ്പ് ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു രാജ്യത്ത് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, കലാമിറ്റീസ് ആവട്ടെ, ഇതേപോലെ തന്നെ സിറ്റുവേഷൻസ് ആകട്ടെ, അതുണ്ടാകുമ്പോൾ അതിനെ ബാധിക്കാത്ത രീതിയിൽ മറ്റൊരു സ്ഥലത്ത് കൂടി നമുക്ക് ഓപ്പറേഷൻസ് ഉണ്ടാകണം. ആ ഒരു രീതിയിലേക്ക് വാസ്റ്റായിട്ട് പോകാൻ ഇന്നത്തെ AI കൊണ്ട് സാധിക്കും. നമ്മുടെ റൂമിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ആ രാജ്യത്ത് നമ്മൾ പോകേണ്ടതില്ല, ആ രാജ്യത്തേക്ക് നമ്മൾ എത്തേണ്ടതില്ല, ആ രാജ്യത്തിലെ പ്രൊഡക്റ്റ് നമ്മൾ കാണേണ്ടതില്ല. AI വെച്ചുകൊണ്ട് തന്നെ ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നമുക്ക് ബിസിനസ്സുകൾ തുടങ്ങാൻ പറ്റും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇങ്ങനെ ചെയ്യുന്ന എത്രയോ കുട്ടികളുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, മിസ്റ്റർ അനിൽ എന്ന് പറയും. അവന് IITian-ആണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ദുബായിൽ ചെയ്തു, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കൊളാബറേഷനിലുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ എവിടെയൊക്കെയാണ് ഏറ്റവും വേഗത്തിൽ ഈ സാധനങ്ങൾ കിട്ടുക എന്നുള്ള AI വെച്ചുകൊണ്ടുള്ള കളക്റ്റീവ് ഇൻഫർമേഷനാണ് അദ്ദേഹം നേടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് മൊബൈൽ ഏറ്റവും ബൾക്കായിട്ട് എവിടെയാണ് കിട്ടുക, അദ്ദേഹത്തിൻ്റെ റൂമിലിരുന്നാൽ അത് കാണാൻ പറ്റും. AIൻ്റെ ഫെസിലിറ്റിയോട് കൂടിയിട്ട് അദ്ദേഹത്തിന് കാണാൻ പറ്റും. ഒരു രാജ്യത്ത് പോകേണ്ടതില്ല, അതിൻ്റെ ക്വാളിറ്റി എത്രയാണ്, അതിൻ്റെ റിതം എങ്ങനെയാണ്, അതിൻ്റെ ലോജിസ്റ്റിക്സ് എവിടെയാണ്, ആ ലോജിസ്റ്റിക്സ് ചെയ്യേണ്ടുന്ന രീതി എങ്ങനെയാണ്, ആ ലോജിസ്റ്റിക്സ് എയർ പിന്നെ അല്ലെങ്കിൽ ഷിപ്പ് ഏത് മാർഗത്തിലൂടെ വരുന്നതാണ് എളുപ്പം, വെറുതെ നെറ്റിൽ നോക്കല്ല, ഇതെല്ലാം AI പറഞ്ഞു കൊടുക്കും. ഇന്ന സ്ഥലത്തുണ്ട്, ഇന്ന സ്ഥലത്തേക്ക് ലോജിസ്റ്റിക്സ് ഇന്നതാണ്. ഇത് മിനിറ്റുകൾക്കകം ഈ ഇൻഫർമേഷൻസ് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഡെയിലി പർച്ചേസാണ്, ഡെയിലി എന്ത് ചെയ്യാണ്, സെല്ലിങ്ങുമാണ്. ഈ ഒരു രീതിയിലേക്ക് AI ഡെവലപ്പ് ചെയ്തു. നമുക്കൊരിക്കലും അതിനെ കണ്ടെത്തുകയോ അതിൻ്റെ ക്വാളിറ്റി മെഷർമെൻറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതെല്ലാം AI ചെയ്യുന്നൊരു കാലത്തിലേക്ക് വന്നിരിക്കുന്നു. കാരണം ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ AI എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3-4 ടൂളുകളുണ്ട്. ആ ടൂളുകളിലേക്ക് റിസർച്ച് ഇട്ട് കൊടുത്താൽ എല്ലാവരും അനലൈസ് ചെയ്തിട്ട് ആൻസർ പറയുന്നതിന് പിന്നെയും എന്ത് ചെയ്യും, അൽഗോരിതത്തിലേക്ക് ഇട്ടിട്ടാണ്, ഈ അൽഗോരിതത്തിൻ്റെ ഇൻഫർമേഷൻസ് അനുസരിച്ചിട്ടാണ് ബിസിനസ് നടക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഏത് AI ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, പ്രധാനമായും 4-5 ഉണ്ടല്ലോ, ഏറ്റവും ടോപ്പ് കമ്പനീസ്. ആ കമ്പനീസിനെ അനലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കും. ഇപ്പോൾ ChatGPT ഒന്ന്, ChatGPTക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ChatGPTയുടെ ഇൻഫർമേഷൻ മാത്രമല്ല ചെയ്യുന്നത്, ഇവർ 4 പേരും ഒരു ഡെസ്കിൽ ഇരുന്നു കൊണ്ട് നടത്തുന്ന അനാലിസിസ് ഉണ്ട്. ആ അനാലിസിസിൻ്റെ റിത്തമുണ്ട്, അതിനനുസരിച്ച് പിന്നെ അൽഗോരിതത്തിൻ്റെ റിത്തമുണ്ട്. അതിനാണ് കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആവണം എന്ന് പറയുന്നത്.
ഇനി നെക്സ്റ്റ് ലെവലിലൊക്കെ ബിസിനസ്സുകാർ അത്യാവശ്യം എന്ത് ചെയ്യണം, അൽഗോരിതവും മാത്തമാറ്റിക്സിൻ്റെ ഹൈ ലോജിക്കും അറിയുന്ന ആളുകളായിരിക്കണം. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ഓരോ ലെവലിലുള്ള ആളുകളും അനലൈസ് ചെയ്ത് തരുന്ന സമയത്ത് ആ അനാലിസിസിൻ്റെ ആ പ്രിഡിക്ഷൻ എങ്ങനെയാണ് പോകുന്നത് എന്ന് അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി എങ്കിലും ഓരോ ബിസിനസ് ഓണേഴ്സിനും ഉണ്ടാകണം എന്നതാണ്. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മളോട് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും പ്രധാനമായി നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവുക എന്നതാണ്. എങ്ങനെയാണ് ഇതിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക. ഫോർ എക്സാമ്പിൾ, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെയറിൽ നിൽക്കുന്നത് അതിൻ്റെ സ്ട്രാറ്റജിയാണ്. അതിൻ്റെ താഴെയാണ് പിന്നെ ഗ്രോത്ത് ലെവൽ, അതിൻ്റെ താഴെയാണ് ഫങ്ഷണൽ ലെവൽ. ആ ഫങ്ഷണൽ ലെവലിലെ ഓരോ ഭാഗങ്ങളും, ഇപ്പോൾ ഒരു മാർക്കറ്റിങ്ങിനെടുത്താൽ അല്ലെങ്കിൽ ബ്രാൻഡിങ്ങിനെടുത്താൽ, ആ ബ്രാൻഡിങ് എന്ന് പറയുന്ന തലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഉദാഹരണത്തിന് ഒരാളുടെ റിത്തം എങ്ങനെയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെൻറ്റാലിറ്റി എങ്ങനെയാണെന്ന് അളക്കാൻ നമുക്ക് കഴിയില്ല. ഇപ്പോൾ നമുക്കറിയാമല്ലോ, പണ്ടൊക്കെ ബെൻസ് ഷോറൂമിലല്ല, ബെൻസിൻ്റെ കമ്പനികളൊക്കെ നിങ്ങൾ എങ്ങനെയായിരുന്നു HR എടുത്തിരുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വാക്ക് നോക്കിയിട്ടാണ്, വിഷ്വൽ ഓഡിറ്ററി കിനസ്തെറ്റിക് എന്ന ഫോർമുലേഷൻ നോക്കിയിട്ടാണ് ആരൊക്കെയാണ് വിഷ്വൽസ് ഉള്ളത്. ഇപ്പോൾ ഒരു കാർ മേടിക്കാൻ വേണ്ടി വരുന്ന ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം, അതിലുള്ള മീൻസ് വൈഫിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വിഷ്വൽ ആയിരിക്കും ഉണ്ടാവുക, എന്നാൽ ഭർത്താവിന് ചിലപ്പോൾ ഓഡിറ്ററി ആയിരിക്കും ഉണ്ടാവുക, എന്നാൽ കുട്ടികൾക്ക് ചിലപ്പോൾ കിനസ്തെറ്റിക് ആയിരിക്കും ഉണ്ടാവുക. ഇത് മൂന്നും കൂടി എങ്ങനെയാണ് ക്ലബ് ചെയ്തുകൊണ്ട് ഒരു പർച്ചേസിനെ ക്ലോസ് ചെയ്യുക എന്നത് പർച്ചേസിൻ്റെ ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ നമ്മുടെ സെയിൽസിലും ആ ഒരു ഭാഗമുണ്ട്. ഉദാഹരണത്തിന് ഒരു കാറ് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്ക് പറയാം, വൈഫിന് പറയാനുള്ളത് നല്ല കളറാണ്, നല്ല ഇതാണ്, നല്ല രസമുണ്ട്, അതിൽ പോകുമ്പോൾ നല്ല ഉഷാറായി എന്നൊക്കെയുള്ളതായിരിക്കും അവരുടേതായ ഭാഗം. നേരെ മറിച്ച് ഇദ്ദേഹത്തിൻ്റെ ഭാഗം, അദ്ദേഹത്തിന് ഇതിൻ്റെ ടെക്നോളജി അറിയണം, അതേപോലെ തന്നെ എങ്ങനെയാണ് അതിൻ്റെ ഒരുപാട് ഭാഗങ്ങളുണ്ടല്ലോ, അതിൻ്റെ എത്ര കാലത്തേക്കുള്ള ഡ്യൂറേഷനാണ്, അതേപോലെ തന്നെ അതിൻ്റെ എഞ്ചിൻ പാർട്ട് എങ്ങനെയാണ്, ഇതൊന്നും സ്ത്രീകൾ നോക്കണമെന്നില്ല, നോക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്, എല്ലാ ആളുകളും അങ്ങനെയല്ല, നോക്കുന്നവർ ഇഷ്ടം പോലെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയേണ്ട ഭാഗം വേറെയാണ്. കുട്ടികൾക്കറിയേണ്ടത് ഇന്നത്തെ ലോകത്തിലെ ഇപ്പോൾ ഫെരാറിയോട് അല്ലെങ്കിൽ ഈ പറയുന്ന ബുഗാട്ടിയോട് ലംബോഗിനിയോടൊക്കെ ക്ലബ് ചെയ്യുന്ന ഏതൊക്കെ അംശങ്ങളാണ് ഈ കാറിനുള്ളത് എന്ന ഫെസിലിറ്റി മാത്രമാണ് കുട്ടികൾ നോക്കുക. അപ്പോൾ സത്യത്തിൽ ഇവിടെ ഈ മൂന്നും കൂടി അനലൈസ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കുമായിരുന്നു. മേ ബി ചിലപ്പോൾ ഒരു 1 വീക്ക് 2 വീക്സ് ഒക്കെ എടുത്തിട്ടാണ് നമ്മളതിനൊരു മറുപടി കണ്ടെത്തുക. എന്നാൽ ഇതേ വാക്കിന് നിമിഷ നേരങ്ങളെ കൊണ്ട്, വെറും മിനിറ്റ് കൊണ്ട് AI നമുക്ക് പറഞ്ഞു തരും. ഈ വന്ന ആളെ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് ഇയാൾ ഇന്നതാണ്, ഇയാൾ ഇന്നതാണ് എന്ന് നമ്മൾ സെയിൽസിലേക്ക് പോകുമ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ഇന്ന് AI മാറിയിട്ടുണ്ട് എന്നതാണ്. അഥവാ ഹ്യൂമൻ മെൻറ്റാലിറ്റിയെ പോലും അനലൈസ് ചെയ്യുന്ന കപ്പാസിറ്റിയിലേക്ക് AI വന്നതുകൊണ്ട് ഒരു പ്രോഡക്റ്റ് ആരോട് സംസാരിച്ചാലാണ് ഇത് ക്ലോസ് ചെയ്യാൻ പറ്റുക എന്ന് AI നമുക്ക് കണ്ടന്റ്ഫുള്ളി പറഞ്ഞു തരുന്ന ഒരു കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് എന്ന് പറയുന്ന റിതം, ആ റിതം എന്ന് പറയുന്ന ഒരു വേവ് ലെങ്ത് കൂടിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചു മനസ്സിലാക്കേണ്ടത്. വേവ് ലെങ്ത് കൂടിയിട്ടുണ്ട്. ആ വേവ് ലെങ്ത് എന്താണ്? അഥവാ നമുക്കറിയാലോ, ഇപ്പോൾ താഴെ തട്ടിലുള്ള വേവ് ലെങ്ത്തിലുള്ള ആളുകൾ അതിനനുസരിച്ച് ചിന്തിക്കൂ. ഇന്ന് ലോകത്തിൽ, ഞാനൊരു കൗൺസിലർ കൂടിയാണ്, ഈ ബിസിനസ്സിൻ്റെ ഒരുപാട് കരിയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്നെ വന്ന് സമീപിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നല്ല സമ്പന്നരായ മാതാപിതാക്കളായിരിക്കും, പക്ഷേ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മക്കളായിരിക്കും. ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മക്കൾ പറയുന്നത് എന്താണ് എന്ന് മാതാപിതാക്കൾക്ക് തിരിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അംഗീകരിക്കാത്തത് കൊണ്ടോ സത്യത്തിൽ അവരെ എൻ്റർടൈൻ ചെയ്യാറില്ല. അങ്ങനെ ഫാമിലിയിൽ പോലും ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ജ്വല്ലറി, ആ ജ്വല്ലറി സാധാരണയായിട്ട് നടന്നിരുന്ന ഒരു രൂപം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിനെ പർച്ചേസ് ചെയ്തിരുന്ന ഒരു രീതി അത് മാനുവലായിരുന്നു. മാനുവൽ എന്ന് പറയുമ്പോൾ ട്രേഡിങ്ങിൽ നമുക്കറിയാലോ, ഒന്നുകിൽ ഗ്രീഡിനെസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഫിയർനെസ് ആയിരിക്കും. ഇതിൻ്റെ ഇടയിലാണ് ട്രേഡിംഗ് നടക്കുക. ട്രേഡിംഗ് എന്ന് പറയുന്നത് അങ്ങനെ അപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് ഗ്രീഡിനെസ് വന്ന് അവസാനം ഡൗൺ ആകുന്ന സമയത്ത് മൊത്തത്തിൽ നമ്മുടെ ഫണ്ട് പോകും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് താഴോട്ട് വന്ന് ഫിയർനെസ്സിലേക്ക് എത്തി നമ്മൾ ചെല്ല് ചെയ്യുന്ന സമയത്തും അത് പോകും. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഇടയ്ക്കുള്ള ഇമോഷണൽ ചേഞ്ചസിനെ സ്റ്റെബിലിറ്റിയോടുകൂടി നിർത്താനുള്ള ചില ടൂൾസാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകുന്നത്, അതിൻ്റേതായ ഒരു പേരിൽ വരുന്നത്. അങ്ങനെ കോൺ ടെക്നോളജി എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ കോൺ ടെക്നോളജിയിലൂടെ എന്താണ് അൽഗോരിതം എന്നും എന്താണ് മാത്തമാറ്റിക്സിൻ്റെ ഹൈലി ലോജിക് എന്നും മനസ്സിലാക്കി പ്രിഡിക്ഷൻ വരുമ്പോൾ ആ പ്രിഡിക്ഷൻ അനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് അംഗീകരിക്കാനുള്ള മനോഗതിയിലേക്ക് ഒരിക്കലും മാതാവ് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ പിതാവ് എത്തിയിട്ടില്ല. സമ്പത്ത് അവരുടെ കയ്യിലാണ്. പിതാവിൻ്റെ കയ്യിലുള്ളത് സമ്പത്താണ്, മകൻ്റെ കയ്യിലുള്ളത് എന്താണ്? എഡ്യൂക്കേഷനാണ്. സത്യത്തിൽ ഇവിടെ പിതാവിന് എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ടും ഈ മകന് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ് സത്യത്തിൽ ഈ കോൺട്രാഡിക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഇവിടെ എല്ലാ ബിസിനസ്സുകാരും അതത് കാലഘട്ടത്തിലെ ട്രെയിനിങ് നടത്തിയേ പറ്റൂ. അത് എത്ര വലിയ 60 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ പോലും എക്സ്പെരിമെൻ്റാണ് എക്സ്പീരിയൻസിനേക്കാളും ഇന്നത്തെ കാലഘട്ടത്തിൽ ബെറ്ററായി നിൽക്കുന്നത്. എല്ലാ സ്കെയിലപ്പും എക്സ്പീരിയൻസിൽ നിന്നല്ല, എല്ലാ സ്കെയിലപ്പും നടക്കുന്നത്, എല്ലാ സ്റ്റാർട്ടപ്സും നടക്കുന്നത് എക്സ്പെരിമെൻറ്റിൽ നിന്നാണ്. എക്സ്പെരിമെൻ്റ് പോയിട്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എഡ്യൂക്കേഷണൽ സിസ്റ്റം, ഞാൻ ഇന്നാൾ ദുബായിലെ ടെക്നോ ഫെസ്റ്റിൽ നിങ്ങൾ പലരും പങ്കെടുത്തിട്ടുണ്ടാവാം.
അങ്ങനെ പങ്കെടുത്ത സമയത്ത് അവിടെ AI ക്ലാസ് റൂം കാണുന്നത്. AI ക്ലാസ് റൂം നമ്മൾ കേൾക്കാറുണ്ട്, AI പഠിപ്പിക്കുന്ന ക്ലാസ് റൂമാണ്. എന്നാൽ AI ക്ലാസ് റൂം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൽ ക്ലാസ്സുകൾ എന്നെന്നും നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നതാണ്. ആ ക്ലാസ് റൂമിലേക്കാണ് കുട്ടികൾ വരിക. ഒരിക്കലും നമ്മുടെ ക്ലാസ് റൂമില്ല, AI വെച്ചിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. അപ്പോൾ കുട്ടികൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ക്ലാസ് റൂം ആകും. ആ കുട്ടികൾ പോയി കഴിഞ്ഞാൽ പഴയ ഗ്രൗണ്ടിലേക്ക് തന്നെ പോവുകയും ചെയ്യും. ഇതാണ് ശരിക്കും എന്ത് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് റേഞ്ചിലുള്ള AI ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ക്ലാസ് എടുക്കുന്നതാകട്ടെ ഓരോ ഗ്ലാസ്സുകളുമാണ്. ആ നമ്മൾ ടച്ച് ചെയ്തിട്ടുള്ള ഗ്ലാസ് ഒരിക്കലും അവിടെ ഉണ്ടാകില്ല, വെറുതെ ഒരു ടച്ചിങ്ങാണ്. ആ ടച്ചിങ്ങിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ അവർ തരികയും ചെയ്യും. തന്നെയുമല്ല, ഏകദേശം 2 മണിക്കൂർ ഇരുന്നിട്ട് നമ്മൾ റെഫർ ചെയ്ത് പഠിക്കേണ്ടുന്ന സാധനത്തിന് അനലൈസ് ചെയ്തിട്ട് ഈ കുട്ടികൾക്ക് 5 മിനിറ്റ് കൊണ്ട് കൊടുക്കുകയാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ NIT നിന്ന് PhD കഴിഞ്ഞ് ഇപ്പോൾ ഒരു പ്രോജക്റ്റ് മുന്നിൽ വെക്കുന്നുണ്ട്. അവൻ്റെ ഒരു സ്റ്റാർട്ടപ്പാണ്, തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് സ്റ്റാർട്ടപ്പ് പറയാം, തുടങ്ങാത്ത സ്റ്റാർട്ടപ്പിനെ കുറിച്ച് പറയാൻ പാടില്ല. എന്ന് വെച്ചാൽ 1 മണിക്കൂർ കൊണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യത്തിനെ, അവർക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന കാര്യത്തിനെ 5 മിനിറ്റ്സ് കൊണ്ട് എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കാം എന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടപ്പ്. അഥവാ 1 മണിക്കൂർ ഇരുന്ന് പഠിച്ചാൽ അവന് പഠിയുന്ന അല്ലെങ്കിൽ അവൻ പഠിക്കാൻ കഴിയുന്ന അവൻ്റെ ആ മെമ്മറി എത്രയാണോ അതിലേക്ക് അനലൈസ് ചെയ്തുകൊണ്ട് ടോട്ടൽ എഡ്യൂക്കേഷൻ്റെ സൊല്യൂഷനെ 5 മിനിറ്റ് കൊണ്ട്, മാക്സിമം 5 മിനിറ്റ്സേ പഠിക്കാൻ പാടുള്ളൂ എന്നതാണ് അവൻ്റെ റിതം. ആ ഒരു ലെവലിലേക്കൊക്കെ കുട്ടികളെ എത്തിക്കുന്ന രീതികൾ നമ്മുടെ AI ടൂളിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു. ഇനി ഇപ്പോൾ ബ്രാൻഡിങ്, ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ബ്രാൻഡിങ് നടക്കുന്ന ഒരു സിസ്റ്റമാണ്. ഈ ബ്രാൻഡ്, ഞാൻ ഈ ലോകത്തിൽ ഇങ്ങനെ പലയിടത്തും കറങ്ങുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം മേ ബി ഇവരെന്നെ വിളിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പോയതിനെക്കുറിച്ച് പറയല്ല. എന്നാലും അഥവാ ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഴയ കാലത്തൊക്കെ പിന്നെ നമുക്ക് ഹോർഡിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാമല്ലോ, ഇവിടെ ഇങ്ങനെ കുറേ പരസ്യങ്ങളൊക്കെ നമ്മൾ കാണും, പോകുന്ന സമയത്ത് നടന്മാരെ കാണും, അവരൊക്കെ കാണും. പക്ഷെ അത് മാറിയിട്ട് ഇന്ന് ഇതിലേക്ക് വന്നു, ഡിജിറ്റലിലേക്ക് വന്നു. ആ ഡിജിറ്റലും പോയി ഇനി വീണ്ടും ഈ ഡിജിറ്റൽ പ്ലസ് ഷോയിലേക്ക് വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമ്പോൾ നമ്മുടെ ബ്രാൻഡിൻ്റെ പേര്, ഉദാഹരണത്തിന് സ്കെയിലപ്പ് എന്ന് പറയുന്ന ഈ ബ്രാൻഡിൻ്റെ പേര്, ഈ കോൺക്ലേവിൻ്റെ ഒരു ബ്രാൻഡ് നമുക്ക് നക്ഷത്രത്തെ പോലെ ആകാശത്ത് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാലം അതിവിദൂരമല്ല. ഒന്നുകൂടി പറയാം, AI ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ നെയിമിന് ആളുകൾ കാർ ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ കമ്പനിയുടെ സെലിബ്രേഷൻ ഡേയിൽ ഉപയോഗിക്കാനേ ഗവൺമെൻറ് സമ്മതിക്കുള്ളൂ. അല്ലെങ്കിൽ ആകെപ്പാട് ആകാശത്തൊന്നാകെ ഓരോ ബ്രാൻഡുകളുണ്ട്. അപ്പോൾ ബുർജ് ഖലീഫയിൽ ഉദാഹരണത്തിന് എല്ലാ ദിവസവും കാണാൻ പറ്റൂല. അതാരാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്, ആ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ കാണാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ സെലിബ്രേഷൻ ഡേ കേരളത്തിലെ 3.5 കോടി ജനങ്ങളും കാണും. ഒരു കാലഘട്ടം വരാനിരിക്കുകയാണ്. ഇത് നിങ്ങൾ എഴുതി വെച്ചോളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രത്തെ പോലെ അല്ലെങ്കിൽ ചന്ദ്രനെ പോലെ നമ്മുടെ ബ്രാൻഡ് തിളങ്ങി നിൽക്കും. അതിന് ഒരുപാട് പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. അതും AI ടൂൾ തന്നെയാണ്. ഈ ഒരു രീതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ബിസിനസ് ആയാലും എഡ്യൂക്കേഷൻ ആയാലും ഏറ്റവും ടോപ്പ് റേഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഹൈലി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു മോഡിൽ നിന്നും നമ്മുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്ത്, അതിലേറെ നമ്മുടെ പാഷനെ ഡെവലപ്പ് ചെയ്ത്, നമ്മുടെ വാല്യൂസിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാലമാണ് നമ്മൾ തിരിച്ചു പിടിക്കേണ്ടത്. പ്രത്യേകിച്ചും വാല്യൂസിനെ. കാരണം ഇതൊക്കെ വരുന്ന സമയത്ത് നഷ്ടപ്പെടുന്നത് വാല്യൂസാണ്. വാല്യൂസ് എന്ന് പറഞ്ഞാൽ നോട്ട് ഇൻ ടേംസ് ഓഫ് റിലീജിയസ്, ഞാൻ മതപരമായ കാര്യം മാത്രമല്ല പറയുന്നത്, ലോകത്തിൽ മൊത്തത്തിലുള്ള റിലീജിയസിൻ്റെ കോൺസെപ്റ്റ് പോലെയുള്ള വാല്യൂസ് ഉണ്ടല്ലോ. ആ വാല്യൂസിനേക്കാളും ചിലപ്പോൾ സാധാരണ ആളുകൾ പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്ന നോർമൽ വാല്യൂസ് ആയിരിക്കാം. ഞാൻ റിലീജിയസ് പേഴ്സണാലിറ്റി ആയതുകൊണ്ട് ഞാൻ അതിനാണ് വാല്യൂ കൊടുക്കുന്നത്. പക്ഷേ ചിലർ ജനറൽ ആയിട്ടുള്ള വാല്യൂസ് പോലും നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ ഇന്ന് ഇങ്ങനെയൊക്കെ കാണുന്നത്. നമ്മൾ പല യുദ്ധങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് എന്താണ് എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ച് പറയുന്നത്, എന്താണ് കുട്ടികളെ എങ്ങനെ കൊല്ലാൻ കാരണം, ആദ്യമായിട്ട് ഒരു രാജ്യത്തെ എതിർത്ത സമയത്ത് 160ഓളം കുട്ടികളിൽ പോയിട്ട് ബോംബിടാൻ എന്താ കാരണം, ഇതിൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സെലിബ്രേഷൻ എന്താണ്, അവരുടെ ആ വിശ്വാസം എന്താണ്, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാല്യൂസ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു ലോകത്തിലേക്ക് ഒരു രാജ്യവും എത്തിക്കൂടാ, നമ്മുടെ മനസ്സുപോലും എത്തിക്കൂടാ. ഒരു മനുഷ്യൻ്റെ മനസ്സാണ് ഒരു രാജ്യത്തിൻ്റെ പ്രശ്നമായി മാറുന്നത്. ഇപ്പോൾ 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്നുവെങ്കിൽ ആ യുദ്ധത്തിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മെയിൻ റീസൺ അവിടെ ഈഗോ എന്നത് വർക്കൗട്ട് ചെയ്യലാണ്. ഏത് രാജ്യമാകട്ടെ, ഞാൻ ഇന്ന രാജ്യം എന്ന് പറയുന്നില്ല, അവിടുത്തെ ഈഗോയാണ്. നിർത്താൻ പറഞ്ഞിട്ടും നിർത്താതിരിക്കുന്നത് ഈഗോയാണ്. തുടങ്ങി വെച്ചവർ തന്നെ അവസാനിപ്പിക്കില്ല എന്ന് പറയുന്നതും ഈഗോയാണ്. തുടങ്ങാൻ വേണ്ടി ആരൊക്കെ തുടങ്ങിയോ അതൊക്കെയും ഈഗോയാണ്. ആ ഒരാളുടെ ഈഗോയാണ് ലോകത്തിൽ ഇത്ര വലിയ കെടുതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ഈഗോ ഇല്ലാതെ ഏറ്റവും സിമ്പിളായി അതിമനോഹരമായിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ട്രേഡിങ്ങിലേക്ക് പോകും. കുട്ടികളൊക്കെ ഇപ്പോൾ ഒരു ട്രേഡിങ്ങിൻ്റെ ഒരു ലോകത്തിലാണുള്ളത്. എന്ന് വെച്ചാൽ മാനുവലി ട്രെയിനിങ് നടത്തുന്ന ആളുകളുണ്ട്, ബൂട്ട് വെച്ച് ട്രെയിനിങ് നടത്തുന്ന ആളുകളുണ്ട്. ആ ട്രേഡിങ്ങിൻ്റെ ഒക്കെ ഇടയിൽ സത്യത്തിൽ ഈ AI വെച്ചുകൊണ്ട് ഫുള്ളി ചെയ്യാൻ ലോകത്തിൽ എവിടെയും നിയമമില്ല. ലോകത്തിലെ പല രാജ്യങ്ങളും ഇത് ബാൻ ചെയ്തിരിക്കുന്നു. കാരണം ഈ കോർപ്പറേറ്റ് സെക്ടേഴ്സിന് ഇമോഷൻ ഇല്ലാതെ ട്രേഡിങ്ങിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷേ സെമി ലെവലിൽ അതിന് റിസർച്ച്ഫുള്ളി അൽഗോരിതം വെച്ചിട്ടും മാത്തമാറ്റിക്സിൻ്റെ ലോജിക്ക് വെച്ചിട്ടും അതിമനോഹരമായിട്ട് ട്രേഡ് ചെയ്യാനുള്ള ടൂളുണ്ട്.
ഞാനിപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ ദുബായിൽ അങ്ങനെ ഒരു ചെറിയൊരു സെറ്റപ്പ് നടത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ IITians തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഞാൻ ഈ IITians എന്നിങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരുപാട് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഉണ്ടാകും, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ വേവ് ലെങ്ത്തുകൾ വ്യത്യാസം ഉണ്ടാവും. വേവ് ലെങ്ത് എല്ലാവർക്കും ഒരുപോലെ. നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് നമ്മുടെ വേവ് ലെങ്ത് കൂടും, അവിടെ റിത്തമിനനുസരിച്ച് അത് കൂടി ആ വേവ് ലെങ്ത്തിലേക്ക് കയറുമ്പോൾ ആർക്കും പിടുത്തം കിട്ടാത്തൊരു ലോകത്തിലേക്ക് നമ്മൾ എത്തും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ സുന്ദർ പിച്ചെ ആർക്കും കിട്ടാത്തൊരു വേവ് ലെങ്ത്തിലേക്ക് കയറിയത് കൊണ്ടാണ് അദ്ദേഹം അതിൻ്റെ തലപ്പത്തിരിക്കുന്നത്. അദ്ദേഹം ഗൂഗിളിൻ്റെ മാത്രം തലപ്പത്തല്ല, ഗൂഗിളിൻ്റെ മദർ കമ്പനി ആയിട്ടുള്ള ആൽഫബറ്റിൻ്റെ തലപ്പത്താണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പ് സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് വെല്ലാൻ ഒരാളില്ലാത്തത് കൊണ്ടാണ് സത്യത്തിൽ അദ്ദേഹം കയറിപ്പോയി അങ്ങോട്ട്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം പിരമിഡിക് സ്ട്രക്ചറിലേക്ക് ബിസിനസ്സിനെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ ലെവൽ, നമ്മുടെ ട്രെയിനിങ് ലെവൽ, നമ്മുടെ മറ്റുള്ള ലെവൽ ഇതിൻ്റെ ടോപ്പ് റേഞ്ചിലേക്ക് എത്തണം. ആ ടോപ്പ് റേഞ്ചിൽ എത്തിക്കൊണ്ട് സ്ട്രാറ്റജി മെനക്കെടുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ട്രാറ്റജി നിർമ്മിക്കുന്ന സമയത്ത് നമ്മുടെ ബിസിനസ് വേറെ റിത്തമിലേക്ക് പോകും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു സാധാരണ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സ്റ്റാർട്ടപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ അനിലിൻ്റെ കാര്യം പറഞ്ഞു, IITians കാര്യം പറഞ്ഞു. അവർ ചെയ്യുന്നത് എന്താ? ഹൈ ലെവൽ അൽഗോരിതമാണ്. ആ അൽഗോരിതവും മാത്തമാറ്റിക്സും എനിക്കിരുന്നിട്ട് ഏകദേശം 3 ആഴ്ച പറഞ്ഞു തന്നിട്ടും എനിക്കത് മനസ്സിലായിട്ടില്ല. കാരണം ഏകദേശം IITയിൽ നിന്ന് MTech കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഒരു കുട്ടികളുടെ മാത്തമാറ്റിക്കൽ ലോജിക്കിലേക്കും അവരുടെ അൽഗോരിതത്തിലേക്കൊന്നും എനിക്ക് പെട്ടെന്ന് എത്താൻ കഴിയില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അത്രയും സ്പീഡായിട്ട് പോയിട്ട് ഏകദേശം മറ്റന്നാൾ ട്രേഡിങ്ങിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ഫുള്ളായിട്ടല്ല, ഒരു 70% അങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റൂ. അത് മനസ്സിലാക്കാൻ പറ്റുകയും അങ്ങനെ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഇദ്ദേഹം ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാണ്. 4 അക്കൗണ്ടായിരുന്നു ഒരു ജ്വല്ലറി കൊടുത്തത്. ആ 4 അക്കൗണ്ടിൽ നിന്ന് ഇവൻ ചെയ്തത് ഏകദേശം 665 കിലോ ആണ്. മറ്റുള്ളവരൊക്കെ ചെയ്തത് 1000-2000 കിലോ ആണ്, ഏകദേശം ഒരു 10 ഡേയ്സ് കൊണ്ട്. അപ്പോൾ ഈ 665 കിലോ ചെയ്തതിൻ്റെ പേരിൽ ഈ 70% വരുന്ന അതുണ്ടല്ലോ, ആ പെർസെൻറ്റേജ് ഉണ്ടല്ലോ, ഇവന് മാത്രമേ അതിനെ പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി 3 പേരും എന്തായി? ഫെയിലിയറായി. ബാക്കി 3 പേരുടെയും ഒരുപാട് പൈസ പോയി. 27 കോടി, 25 കോടി, 22 കോടിയൊക്കെ പോയി. അപ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഞാൻ പറഞ്ഞത് AI എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ബ്രെയിൻ എല്ലാം AI ചെയ്യും. ഇപ്പോൾ നമുക്കൊക്കെ വിചാരം എന്താണ്? നമ്മളൊരു തോന്നൽ എന്താണ്? നമ്മളൊരു മെയിൽ ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല. മെയിലെല്ലാം ഇപ്പോൾ ഇമെയിൽ എല്ലാം വളരെ കൃത്യമായി ഒരുപാട് പറയേണ്ടതിന് 1 വേർഡിൽ നമ്മുടെ AI ആക്കി തരുമെന്നാണ്. ഇങ്ങനെ പോയി അവസാനം നമ്മളെല്ലാം മന്ദബുദ്ധികളും നമ്മുടെ AI എല്ലാം വളരെ ഇൻ്റലിജൻറ്റുമായി മാറുന്ന ഒരു കാലഘട്ടം അതിവിദൂരമല്ല. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം AI എന്നതിനേക്കാളും അപ്പുറത്തേക്ക് നമ്മുടെ ചിന്തകളെ, നമ്മുടെ പഠനങ്ങളെ, നമ്മുടെ അനാലിസിസിനെ കൊണ്ടുപോകാൻ ഓരോ കുട്ടികൾക്കും പറ്റണം. ഉദാഹരണത്തിന് ഫിനാൻസിൻ്റെ ലെവലിൽ AI നമുക്ക് എല്ലാം പറഞ്ഞു തരും. ഫിനാൻസാണ് ഒരു ബിസിനസ്സിൻ്റെ ബാക്ക് ബോൺ എന്നതുകൊണ്ട്, ഞാൻ ഇടയ്ക്ക് സമയം നോക്കുന്നത് പരിമിതമായ സമയമേ ഉള്ളൂ എന്നതുകൊണ്ടാണ്. അപ്പോൾ ഫിനാൻസ് എന്ന് പറഞ്ഞപ്പോൾ ഉദാഹരണത്തിന് സാധാരണ അക്കൗണ്ടിങ് ഉണ്ട്. അക്കൗണ്ടിങ് ചെയ്യുന്നവർക്കറിയാം, അതിൽ ഒരിക്കലും എന്തില്ല, നമുക്ക് അനാലിസിസ് കടന്നു വരില്ല. അതിലൊരിക്കലും ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കടന്നു വരില്ല. ഈ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബുക്ക് കീപ്പിംഗ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ ലാഭം, എവിടെ ഇത് എന്നത് നമ്മളെ ഷോ കാണിക്കാൻ വേണ്ടി, നമുക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ അതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് അക്കൗണ്ടിലേക്ക് പോകുമ്പോൾ ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, നമുക്ക് വരാനിരിക്കുന്ന ഫണ്ടുകൾ, നമുക്ക് പോകാനിരിക്കുന്ന ഫണ്ടുകൾ, അതിൻ്റെ അനാലിസിസ്, എത്രയാണ് മിച്ചം വെക്കുക, ആ മിച്ചം കൊണ്ട് ഏത് ബജറ്റിലേക്കാണ് ഇടേണ്ടത്, ഇതാണ് ശരിക്കും ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ കൊണ്ട്. പിന്നെ അനാലിസിസ് വരുമ്പോൾ ഈ കമ്പനി ഇങ്ങനെ പോയാൽ എവിടെ വെച്ചിട്ടായിരിക്കും ഡൈവേഴ്സിഫിക്കേഷൻ വരിക, ഡൈവേഴ്സിഫിക്കേഷൻ വരുമ്പോൾ ഏത് കമ്പനിയാണ് ഇതിൻ്റെ അനാനിമസ് ആയിട്ട് എനിക്ക് തുടങ്ങാൻ പറ്റുക, അതോടൊപ്പം ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ ടെക്നോളജി വരുന്ന സമയത്ത് അതിലേക്ക് എത്രയാണ് ഒഴിവാക്കേണ്ടത് അല്ലെങ്കിൽ മാറ്റി വെക്കേണ്ടത്. അങ്ങനെ ഏകദേശം എൻ്റെ കമ്പനി ഒരു 25 വർഷത്തേക്ക് എങ്ങനെയൊക്കെയാണ് ഫിനാൻസിനെ കൈകാര്യം ചെയ്യേണ്ടത്, അപ്പോൾ അതിൻ്റെ റിത്തം എങ്ങനെയാണ്, അതിൻ്റെ അക്യുമുലേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ലെവൽ എങ്ങനെയായിരിക്കും, എവിടെ എത്തുമ്പോഴാണ് ഞാൻ പീക്ക് ലെവലിലേക്ക് എത്തുക, എപ്പോഴാണ് എനിക്ക് IPOയിലേക്ക് ഇടാൻ പറ്റുക. ഇത് ചിന്തിക്കലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ. ഫിനാൻഷ്യൽ അനാലിസിസ് വേറെയാണ്, എന്നാൽ ഈ പറയുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വേറെയാണ്. അക്കൗണ്ടിങ് ഒരു ലോ ലെവൽ സാധനമാണെങ്കിൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ പ്രിഡിക്ഷനാണ്. ആ പ്രിഡിക്ഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് AI നമുക്ക് പറഞ്ഞു തരും, ഇങ്ങനെ പ്രിഡിക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു തരും. പക്ഷേ ആ പ്രിഡിക്ഷൻ അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അവരോട് മറുത്തു ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കപ്പാസിറ്റി, അതിനൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഫ്രോഡ് വരാതിരിക്കാനുള്ള കപ്പാസിറ്റി, ഇങ്ങനെ തകർന്നു പോകുന്നതിനെ വീണ്ടും ഉയർത്തിക്കൊണ്ട് അമാഗ്ലമേഷൻ, അബ്സോർപ്ഷൻ, റീകൺസ്ട്രക്ഷൻ, റീകൺസിലേഷൻ ഒക്കെ കുട്ടികൾക്ക് അറിയാവുന്നതാണ്, അക്കൗണ്ടിങ് ചെയ്യുന്ന കുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ റിത്തം പോവുക എന്ന് നമുക്ക് അനലൈസ് ചെയ്യുന്ന നമുക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന റിത്തമിലേക്ക്, ആ വേവ് ലെങ്ത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും ഉയർന്നാൽ മാത്രമേ നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. നമ്മൾ വിചാരിച്ചത് AI ഡെവലപ്പ് ചെയ്തു, അതുകൊണ്ട് AI എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, ആ AI ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പോയാൽ മതി എന്നാണ്. അവസാനം ഏത് ട്രാപ്പിൽ പോയിട്ടാണ് വീഴുക എന്ന് നമുക്കറിയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അതിനെ അനലൈസ് ചെയ്തിട്ട് പ്രിഡിക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഇമോഷനെയും നമ്മുടെ ബിസിനസ്സിനെയും നമ്മുടെ സ്ട്രാറ്റജിയെയും അവർക്ക് കൊടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റിയിലേക്ക്, ഒരു കപ്പാസിറ്റിയിലേക്ക് നമ്മൾ എത്തുക എന്നതാണ്. ഞാൻ പറഞ്ഞ
പറഞ്ഞല്ലോ 4 അക്കൗണ്ട് കീപ്പ് ചെയ്യുന്ന 4 ട്രേഡിംഗ് നടത്തിയിട്ടുള്ള ആളുകൾ 3 ഫെയിലിയർ ആവുകയും ഒരാൾ മാത്രം എന്തായി അതിൽ വളരെ അങ്ങേയറ്റം വിജയിക്കുകയും ചെയ്തതിൻ്റെ കാരണം ഈ അൽഗോരിതവും ഈ മാത്തമാറ്റിക്സും ഈ സ്ട്രാറ്റജിയുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ബാക്കിയുള്ളവർക്കൊന്നും ഇത് അറിയാത്തത് കൊണ്ടല്ല, അവർ ഇമോഷൻ വെച്ച് കളിച്ചു, അവർക്കറിയാവുന്ന എഡ്യൂക്കേഷൻ വെച്ച് കളിച്ചു, ഇവൻ ടെക്നോളജി പ്ലസ് അവൻ്റെ ഇൻഫർമേഷനും അവൻ്റെ എഡ്യൂക്കേഷനും വെച്ച് കളിച്ചു. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ വീണ്ടും ഉയർത്തിക്കൊണ്ടു പോകാൻ പറ്റും. ഞാൻ പറഞ്ഞു സ്കെയിലപ്പ് എന്ന് പറഞ്ഞാൽ വേറെയാണ്, സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ വേറെ. അപ്പോൾ സ്റ്റാർട്ടപ്പുകൾ നമുക്ക് പലതും തുടങ്ങാം. ഫോർ എക്സാമ്പിൾ, ഞാൻ കുട്ടികളായതുകൊണ്ട് ചില എക്സ്പീരിയൻസ് നിങ്ങളോട് പറഞ്ഞോട്ടെ. എവിടെയാണോ ലോകത്തിൽ സൊല്യൂഷൻ ഇല്ലാതെ കിടക്കുന്നത് അങ്ങോട്ട് സൊല്യൂഷനുമായി വരലാണ് ഏറ്റവും പ്രത്യേകത. ഇപ്പം എന്തുകൊണ്ട് ഈ പെരിന്തൽമണ്ണ മണ്ഡലം ഇത്രമാത്രം ശ്രദ്ധയാകർഷിക്കപ്പെട്ടു നമ്മുടെ കേരളത്തിൽ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഞാൻ ഒരു MLA ക്ക് വേണ്ടി മാത്രം സംസാരിക്കുകയല്ല. പക്ഷേ എന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു IAS അക്കാഡമി തുടങ്ങുന്നു, ഇതേപോലെ സ്കെയിലപ്പിൻ്റെ പ്രോജക്റ്റ് തുടങ്ങുന്നു. കേരളത്തിൽ ഒരു മണ്ഡലത്തിലും ഇല്ലാത്ത പ്രോജക്റ്റുകൾ ഇവിടെ കൊണ്ടുവന്നത് കൊണ്ടാണ് നജീബ് കാന്തപുരം എന്ന് പറയുന്ന ഒരു MLA ഇത്രയെങ്കിലും ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞതെങ്കിൽ, ഇതേപോലെ നമ്മെ സംബന്ധിച്ചിടത്തോളം കാലോചിതമായിട്ടുള്ള ഓരോ മാറ്റങ്ങളും കൊണ്ടുവരില്ല അല്ല മാത്രം സ്റ്റാർട്ടപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഒരു കുട്ടിയെ ഒരാളെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റ് എന്തെന്ന് ചോദിച്ചാൽ ബിരിയാണിയിലേക്കുള്ള മസാലയാണ്. അപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വ്യത്യസ്ത മസാലകൾ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നതിന് പകരം ഒരൊറ്റ പാക്കറ്റ് കൊണ്ട് ആ കാര്യം ബിരിയാണിയായി മാറുന്നു എന്നതാണ്. അതൊരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ്. ഇപ്പോൾ പല രീതികളുണ്ട്. ഇപ്പോൾ പേന, ഞാൻ ഉദാഹരണം പറയാം. പേന എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പല ആളുകളും ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും. നമ്മൾ ടൈപ്പ് ചെയ്താലും ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ വിടാൻ പാടില്ല. കാരണം ഹാൻഡ് റൈറ്റിംഗ് ഒരു കൾച്ചറാണ്, അതൊരു സിഗ്നേച്ചറാണ്, അത് നമ്മുടെ പേഴ്സണാലിറ്റിയാണ്, ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ മനോഹരമായിട്ട് പേന കൊണ്ട് എഴുതി അതിനെ വളരെ വശീകരിക്കുന്ന ലെറ്റേഴ്സിലേക്കാക്കാൻ പറ്റണമെങ്കിൽ AI പേനകൾ ഇറങ്ങേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ലെറ്ററിനെ പേന തന്നെ എന്താക്കണം പെർഫെക്റ്റ് ആക്കി തരണം. നമ്മളല്ല അത് പെർഫെക്റ്റ് ആക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ കുട്ടികൾ ചിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ പേന ഇറങ്ങുമെന്നില്ല. ഇറങ്ങിയത് കൊണ്ടും ഞാൻ കണ്ടതുകൊണ്ടുമാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. ആ ഒരു രീതിയിൽ പേന, അപ്പോൾ കുട്ടികൾക്കൊക്കെ തോന്നും ഇങ്ങനെയൊക്കെ പേന ഇറങ്ങുമോ? അങ്ങനെ ഇറങ്ങും. AI ഇടപെട്ടാൽ പേന എന്നല്ല പലതും ഇറങ്ങും. അത് ചൈനയിൽ ഇറങ്ങിയിട്ടുണ്ട്, ഭാവിയിൽ നമ്മൾ ഇങ്ങോട്ടൊക്കെ വരും. അവിടെ ഇറങ്ങുന്നത് കുറേ കഴിഞ്ഞിട്ടേ നമ്മളിങ്ങോട്ട് വരും. എല്ലാം ഒന്നും ഇങ്ങോട്ട് വരില്ല, എല്ലാം ഇങ്ങോട്ട് വരാറില്ല. ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ അവരൊരു ഡസ്റ്റ്ബിൻ കണ്ടു, ചൈനയിലൊരു ഡസ്റ്റ്ബിൻ കണ്ടു. ആ ഡസ്റ്റ്ബിൻ്റെ പ്രത്യേകത, നമ്മുടെ നാട്ടിൽ ഏത് സ്റ്റാർ ഹോട്ടൽ പോലും നിങ്ങൾ 5 സ്റ്റാർ എടുത്തോളൂ, 5 സ്റ്റാറിൻ്റെ മേലെ ലോകത്തിലൊരു സ്റ്റാർ ഇല്ല. വെറുതെ 7 സ്റ്റാർ എന്നൊക്കെ പറയാം, അതൊക്കെ നമുക്ക് അറിയാത്തത് കൊണ്ട് പറയാം. 5 സ്റ്റാറാണ് മാക്സിമം. 7 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള 5 സ്റ്റാർ എന്നേ പറയാറുള്ളൂ. ഏതായിരുന്നാലും ശരി, ഇങ്ങനെ ജസ്റ്റ് ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ചവിട്ടണം, അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് തുറക്കണം. ഇതാണ് നമ്മൾ കാണുന്ന ഡസ്റ്റ്ബിൻ. അല്ലാത്ത ഡസ്റ്റ്ബിനൊന്നും നമ്മുടെ നാട്ടിലില്ല. എന്നാൽ ചൈനയിലുള്ള ഡസ്റ്റ്ബിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കൊണ്ടുപോകുമ്പോഴേക്ക് തന്നെ തുറക്കുന്ന ഡസ്റ്റ്ബിനാണ്. എന്ന് വെച്ചാൽ അതിന് സെൻസർ ഉണ്ടെന്നർത്ഥം. ആ സെൻസറുള്ള ഡസ്റ്റ്ബിൻ ഇന്നേ വരെ എവിടെ ഇറങ്ങിയിട്ടില്ല? സത്യത്തിൽ നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ പിന്നെ നമ്മൾ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് മിനിയാന്നല്ല ഒരു 4 ദിവസം മുമ്പ്, പെരുന്നാളിൻ്റെ തൊട്ട് മുമ്പ് താജിൽ പോയിരുന്നു. ഇവിടുത്തെ ഏറ്റവും ടോപ്പ് താജല്ലേ. അപ്പോൾ അവിടെ പോലും ഇതൊന്നും ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഇറങ്ങാത്ത സാധനങ്ങൾ എങ്ങനെ ഇറക്കാൻ പറ്റുമെന്ന് ചിന്തിക്കലാണ് നമ്മുടെ സൊല്യൂഷൻ. അതാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ്. ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ, എത്രയെത്ര സംഭവങ്ങൾ. ഇപ്പോൾ മൊബൈൽ എടുത്തുകൊണ്ട് ഒരിക്കലും എന്താക്കാൻ പാടില്ല, ക്ലാസ് റൂമിലേക്ക് പോകാൻ പാടില്ല എന്നാണ് സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു ധാരണ. പക്ഷേ മൊബൈലില്ലാതെ ക്ലാസ് റൂമിലേക്ക് വരരുത് എന്ന് പറയുന്ന എത്രയോ രാജ്യങ്ങളുണ്ട്. മൊബൈൽ ഇല്ലെങ്കിൽ അവന് വീട്ടിലേക്ക് പറഞ്ഞേക്കും. കാരണം മൊബൈൽ കൊണ്ടേ ഇരിക്കാൻ പാടുള്ളൂ അവൻ ക്ലാസ് റൂമിൽ. തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ 25 വർഷം ബാക്കിൽ പോകുന്നു, അവർ 25 വർഷം മുന്നിൽ പോകുന്നു. 10G ഇറങ്ങിയിട്ടുണ്ട് ചൈനയിൽ. 10G നമ്മളിവിടെ എപ്പോഴും 5G ആയിട്ടുള്ളൂ. 5G എല്ലായിടത്തും കിട്ടാനില്ല. അപ്പോൾ 10G ഇറങ്ങിയിട്ട് നമുക്ക് 10G എത്തണമെങ്കിൽ ഒരുപാട് വർഷം കഴിയണം. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ എൻ്റെ സമയം കഴിഞ്ഞു തുടങ്ങി. അതുകൊണ്ട് വ്യത്യസ്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുക, അവിടെ എന്ത് സൊല്യൂഷനാണ് വേണ്ടത് എന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ, ഇതിൽ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരുടെ സ്റ്റാർട്ടപ്പ് എന്താ? അവർ ഇവിടെ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഡെവലപ്ഡ് അല്ലാത്ത കൺട്രീസ് ഉണ്ട്, അവിടെ ഇപ്പോഴും വാർപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തുടങ്ങിയിട്ടില്ല. അത് തുടങ്ങാത്ത സ്ഥലത്ത് ഇപ്പോഴും ടിന്നിൻ്റെ ഷീറ്റ് ഇട്ടിട്ടുള്ള ഒരുപാട് വലിയ കൊട്ടാരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇവൻ നൈജീരിയയിൽ പോയാൽ, അതേപോലെ സെനഗലിൽ പോയാൽ, ഇതേപോലെ തന്നെ കാമറൂൺ, ചിലി, ചാഡ്, ബെനിൻ, ആ ഭാഗത്തൊക്കെ പോയാലും നിങ്ങൾക്ക് എന്ത് കാണില്ല? റൂഫ് ടോപ്പ് ഇങ്ങനെ കാണില്ല. അപ്പോൾ നിങ്ങൾ കൺസ്ട്രക്ഷൻ്റെ ആളുകൾ ഈ കമ്പി വെച്ചിട്ടുള്ള കോൺക്രീറ്റും കൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതായിരിക്കും അവിടുത്തെ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ്. ഞാൻ കുറച്ച് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങളോട്. എന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ഇതിലേക്ക് ഇതിലേക്ക് കയറി, ചിക്കൻ്റെ ഒരു സാധനത്തിലേക്ക് കയറി, ബ്രോസ്റ്റിൻ്റെ അതിൽ കയറിയപ്പോൾ ഒരു 3000-ഓളം രൂപ ബില്ല് വന്നു. ഞാൻ എൻ്റെ ഫാമിലിയൊക്കെ ഉണ്ട്, പക്ഷെ ബില്ല് വാങ്ങിച്ചില്ല. അദ്ദേഹം പിന്നെ സ്റ്റാഫ് കണക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിനെ വിളിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാർ, നിങ്ങളുടെ ഒരു സ്പീച്ചിലാണ് ഇന്ന രാജ്യത്തിൽ എന്തില്ലെന്നറിഞ്ഞത്, ബ്രോസ്റ്റ് ഇല്ലെന്നറിഞ്ഞത്. ഞങ്ങൾ അവിടെ പോയി ഇപ്പോൾ 16 ഔട്ട്ലെറ്റ്സ് ആയി.
ചിലയിടത്ത് ബ്രോസ്റ്റ് ആയിരിക്കും സ്റ്റാർട്ടപ്പ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എല്ലാം ടെക്നോളജി ആവണമെന്നില്ല. ചില സ്ഥലത്ത് നമ്മുടെ പശുമതി അരിയുണ്ടല്ലോ, അതായിരിക്കും ചിലപ്പോൾ സ്റ്റാർട്ടപ്പ്. ചില സ്ഥലത്ത് നമ്മുടെ കുർക്കുമീൻ മഞ്ഞളായിരിക്കും ചിലപ്പോൾ സ്റ്റാർട്ടപ്പ്. ഇങ്ങനെ വ്യത്യസ്തമായ ഏരിയയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടറുണ്ട്, അദ്ദേഹം നീ സ്പെഷ്യലിസ്റ്റാണ്. എന്താണ് എല്ലിൻ്റെ അതിൻ്റെ തന്നെ ഇതിൽ നീ സ്പെഷ്യലിസ്റ്റാണ് എന്ന് പറഞ്ഞാൽ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അല്ല. അദ്ദേഹം എല്ലാ മാസത്തിലും ഒരു ആഴ്ച അല്ലെങ്കിൽ 10 ദിവസത്തോളം അദ്ദേഹം ഒരു ആഫ്രിക്കൻ രാജ്യത്തിലാണ്. അദ്ദേഹത്തിന് അവിടുന്ന് 10 ദിവസം കിട്ടുന്ന ഫണ്ടിൻ്റെ 3/1 അല്ലെങ്കിൽ 4/1 പോലും കേരളത്തിന് അദ്ദേഹം കിട്ടുന്നില്ല. കേരളത്തിൽ ടോപ്പ് ഡോക്ടറാണ് അദ്ദേഹം. പക്ഷേ നമ്മൾ അറിയേണ്ടത്, എവിടെയാണോ ഇല്ലാത്തത് അവിടത്തേക്ക് സഞ്ചരിക്കുക, അവിടെ ഉള്ള ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുക. ആ സൊല്യൂഷൻ ചിലപ്പോൾ കേരളത്തിൽ ഉണ്ടാക്കുക, അങ്ങോട്ട് അഡോപ്റ്റ് ചെയ്താൽ മതി. ഇതേപോലെ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അത് അഡോപ്റ്റ് ചെയ്താൽ മതി. ഒരുപാട് പിന്നിൽ പോകുന്ന രാജ്യങ്ങളുണ്ട്, ഒരുപാട് മുന്നിൽ പോകുന്ന രാജ്യങ്ങൾ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ലണ്ടൻ മെട്രോ എത്രയായി എന്നൊന്ന് സെർച്ച് ചെയ്യുക. ഞാനതിലൂടെ പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പോയവരും പല ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാകും. 150 വർഷം കഴിഞ്ഞു അവിടെ മെട്രോ വന്നിട്ട്. നമ്മുടെ നാട്ടിൽ വന്നിട്ട് എത്ര കൊല്ലമായി നിങ്ങൾ ആലോചിച്ചാൽ മതി. അവിടെ എഡ്യൂക്കേഷനിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കില്ലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നോളജിന് പ്രാധാന്യം വല്ലാതെ കൊടുക്കാതെ 20% നോളജും 80% സ്കില്ലെന്ന് പറഞ്ഞിട്ട് ഏകദേശം 10-30 വർഷമായി. ആ 30 വർഷം മുമ്പുള്ള ആ സാധനത്തിൻ്റെ അതുപോലെ ഇപ്പം നമ്മളിങ്ങോട്ട് എത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ഫിൻലാൻഡിലേക്ക് പോയതും ഫിൻലാൻഡിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ വേണമെന്ന് പറയുന്നതും സ്കിൽ ബേസ്ഡ് സിസ്റ്റം വേണം എന്നതുകൊണ്ടാണ്. ഞാൻ പറയുന്നതിൽ ചുരുക്കം ഇതാണ്, അവസാനിപ്പിക്കുന്നു. ലോകത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക് സഞ്ചരിക്കുക, പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, സൊല്യൂഷൻ കണ്ടെത്തുക. അത് നിങ്ങളുടെ സ്റ്റാർട്ടപ്പാണ്. അതിനെ പിന്നീട് സ്കെയിലപ്പിലേക്ക് കൊണ്ടുപോകാൻ അതിമനോഹരമായ സ്ട്രാറ്റജികൾ മെനയുക. ആ സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് ഡിഫറൻഷിയേഷൻ സ്ട്രാറ്റജിയും കൊളാബറേഷൻ സ്ട്രാറ്റജിയാണ് ഏറ്റവും ബെസ്റ്റ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് രാജ്യത്താണോ പോകുന്നത് ആ രാജ്യത്തുള്ള ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആളുകളോട് കൊളാബറേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുക. നിങ്ങൾ സ്വന്തമായിട്ടൊന്നും ചെയ്ത് പോകാതിരിക്കുക. കാരണം ഡെവലപ്പായ സ്ഥലത്ത് നിന്ന് ആളുകളെ പായിക്കുക എന്നത് സ്വാഭാവിക ലോകത്തിൻ്റെ ഒരു രീതിയാണ്. ഇപ്പോൾ ഡെവലപ്പിലേക്ക് എത്തി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവസാനം അതൊരു അക്വേറിയം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അത് എല്ലാ രാജ്യത്തുള്ളൊരു രീതിയാണ്. ആദ്യം മുതൽ അവിടുത്തെ ആളുകളെ പാർട്ട്നേഴ്സ് ആക്കുക, എന്നിട്ട് അതിമനോഹരമായി നമ്മൾ അവിടുത്തെ രാജാവാവുക. എല്ലാവർക്കും നന്ദി. ചുരുങ്ങിയ സമയം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഒരുപാട് പറയാനായിട്ട് PPTയും കൊടുത്തതാണ്, പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് ഹാവ് എ നൈസ് ഡേ ഓൾ ഓഫ് യു. താങ്ക് യു സർ. സർ നമ്മൾ കുറച്ച് ഒരു മിനിറ്റ് നേരം അദ്ദേഹം ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് ചെയ്യാണ്. പ്ലീസ് ടു ദ സെൻറ്റർ. ആൻഡ് അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബിസിനസ് ഗ്രോസ് വിത്ത് എക്സ്പെരിമെൻറ്റ് ആൻഡ് നോട്ട് ജസ്റ്റ് എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. താങ്ക് യു ഫോർ സച്ച് എൻ ഇൻസൈറ്റ്ഫുൾ പ്രസൻറ്റേഷൻ. ആൻഡ് ഇദ്ദേഹത്തിന് ചെറിയ ഒരു ടോക്കൺ ഓഫ് ലവ് നമ്മൾ സമ്മാനിക്കുകയാണ്. ആൻഡ് ഫോർ ദാറ്റ് ലെറ്റ് മീ വെൽക്കം മിസ്റ്റർ ഹിമാൻഷു ശ്രീവസ്താവ. സാറിനെ നമ്മൾ സ്വാഗതം ചെയ്യാണ്. വിൽ ബി ഹാൻഡിങ് ഓവർ എ ടോക്കൺ ഓഫ് ലവ് on behalf of the entire team from Scale Up Conclave 2026 to the center, sir, please. Can we have a very loud round of applause? Here we are handing this over to the very first speaker of our session. Yes, that's it. That's the only way to show our love to the wonderful speaker here.